ഇസഹാക്കിനോട് പ്രത്യേകമായിട്ട് സംസാരിക്കുകയാണ്. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക എന്ന് പറയുക. അപ്പം അങ്ങനെ വന്നു പറയാനുള്ള കാരണം എന്താ? ഇവനോട് പറഞ്ഞില്ലെങ്കിൽ ഇവൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്ത് അവൻ എന്നാ പിന്നെ ഇവിടെ ക്ഷാമ പോയേക്കാം, പോകല്ലേ. ചില സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്ത് നീ നിൻ്റെതായ വഴിക്ക് പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അപ്പോൾ ആ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ക്ഷാമമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നീ ഇവിടെ നിൽക്ക്. ദൈവം എന്താ പറഞ്ഞത്? 3-ാമത്തെ വാക്യം നോക്കി, ഈ ദേശത്ത് താമസിക്കുക. ഈ ദേശത്ത് ഇപ്പോൾ ക്ഷാമമാണ്, നീ അവിടെ തന്നെ നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കണോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോണം. ഞാനിത് പറയുമ്പം ആമേൻ. ചിലരെ സംബന്ധിച്ച് ജോലി സ്ഥലത്ത് ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഞാനിപ്പോൾ റിസൈൻ വെക്കാൻ പോവാ. നീ ഇറങ്ങല്ല, അവിടെ നിൽക്കുക. ദൈവം പറഞ്ഞു ഇറങ്ങാൻ. ഈ ജോലി കിട്ടിയപ്പോൾ എന്നെ പറഞ്ഞ്, അയ്യോ കർത്താവ് അനുഗ്രഹിച്ച്, കർത്താവ് ജോലി തന്നു, ദൈവം തുറന്ന വഴി എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് നോക്കി. കുടുംബജീവിതത്തിലേക്ക് വന്നേ, സ്തോത്രം. അയ്യോ ദൈവം അനുഗ്രഹിച്ചെന്നെ. ഇപ്പം ചില പ്രശ്നമൊക്കെ വന്നപ്പം നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുക. ഇന്നത് പോണം. ദൈവം തന്നേക്കുന്ന, ദൈവം നിർത്തിയേക്കുന്ന, അവിടെ നമ്മൾ മുഖം വീർപ്പിക്കാനോ നമ്മൾ ഇട്ടേച്ച് പോകാനോ ഒന്നുമല്ല. അപ്പോൾ ദൈവം ഇടപെടുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെങ്കിൽ ഇതിനെ ഏറ്റെടുത്തേച്ച് നീ ദൈവസന്നിധിയിൽ നിൻ്റെ ഹൃദയം പകർന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. കർത്താവ് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. ദൈവം നിന്നെ സഹായിക്കും. ദൈവം എന്താ പറഞ്ഞേ? നീ ദേശത്ത് താമസിക്കുക. കുത്തും കോമയിട്ടിട്ട് എഴുതിയേക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ ക്ഷാമമുള്ള ദേശത്ത്, ഈ പ്രയാസമുള്ള മണ്ഡലത്തിൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാക്ക് പറഞ്ഞേക്കുക. ആമേൻ.